ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അറബികളിലെ പൊതുവായൊരു രീതിയാണ് മറ്റ് സ്ത്രീകളുടെ കയ്യിൽ പാല് കുടിക്കാൻ വേണ്ടി ഏൽപ്പിക്കുക എന്നുള്ളത്. കുറച്ച് ബാദിയത്തിലുള്ള ഉൾപ്രദേശങ്ങളിലുള്ള സ്ത്രീകളാണ് അത് ചെയ്തിരുന്നത്. അത് ആ സ്ത്രീകൾക്കുള്ള ഒരു വരുമാന മാർഗവും കൂടിയായിരുന്നു. അതിനോടൊപ്പം ആ ഗ്രാമത്തിൻ്റെ ഒരു ചുറ്റുപാടുകളും അവിടുത്തെ കാലാവസ്ഥയുമൊക്കെയായി ഇണങ്ങി ജീവിക്കാനും അതിലൂടെ ശാരീരികമായും മാനസികമായും നല്ല വളർച്ച കുട്ടികൾക്കുണ്ടാകാനുമൊക്കെയാണ് ആ ഒരു ശൈലി സ്വീകരിച്ചിരുന്നത് എന്ന് ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ, സീറയുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതിനോട് ചേർന്ന് സമകാലികരായ ചില പണ്ഡിതന്മാർ എഴുതുന്ന ഒരു കാര്യവും കൂടെ ഉണ്ട്. ഇന്നത്തെ ഫ്ലാറ്റുകളിലും എല്ലാം അടച്ചിട്ട റൂമുകളിൽ വളരുന്ന കുട്ടികളുടെ മാനസികമായ സങ്കോചം, മാനസികമായ ഉല്ലാസക്കുറവ്, വളർച്ചക്കുറവ്, അതെല്ലാം അതിനോട് താരതമ്യം ചെയ്ത് പറയുന്നുണ്ട്. കാര്യം എന്തെങ്കിലും ആകട്ടെ, ആ കാലഘട്ടത്തിലെ ഒരു പൊതുവായ രീതിയാണ് ജനിച്ച് ഒരു 2-3 വർഷ കാലഘട്ടം ഗ്രാമങ്ങളിൽ താമസിക്കും കുട്ടികൾ. അവിടുത്തെ ഒരു പരിസരങ്ങളുമായി ഇണങ്ങിച്ചേർന്നൊക്കെ ജീവിക്കുക എന്നുള്ളതൊരു ശീലമാണ്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിലും ഇതേ സംഭവം നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനൂ സഅദിലാണ് ചെറുപ്രായം കഴിച്ചു കൂട്ടിയത്. ഹലീമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലായിരുന്നു. ഹലീമയുടെ സംഭവം അവർ തന്നെ വിശദമായി പറയുന്നുണ്ട്. ഈ ബാദിയത്തിൽ നിന്നും അഥവാ ഉൾഗ്രാമങ്ങളിൽ നിന്നും സ്ത്രീകൾ കൂട്ടമായി മക്കയിലേക്ക് യാത്ര ചെയ്യും. അവിടെ ചെന്ന് പല വീടുകളിൽ നിന്നായി കൊച്ചു കുട്ടികളെ സ്വീകരിച്ച് 2 വർഷത്തേക്ക് അവർക്ക് പാല് കൊടുക്കാൻ വേണ്ടി ആ ഒരു കരാറുമായി അവർ തിരിച്ചു പോകും. ഇതാണ് അന്നത്തെ ഒരു രീതി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ത്രീകൾ വരും, അവരുടെ കൂടെ ഭർത്താവും അവരുടെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും. ഹലീമ അവരുടെ യാത്രയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇബ്നു ഇസ്ഹാഖ് റഹിമഹുല്ല ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു പ്രാവശ്യം കുറെ സ്ത്രീകളുമായി ഒരുമിച്ച് മക്കയിലേക്ക് യാത്രയായി. ആ യാത്രയുടെ അനുഭവവും ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അവർക്കുണ്ടായ വളരെ അത്ഭുതകരമായ ചില കാര്യങ്ങളുമൊക്കെ ആ വിശദമായ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവർ പറയുന്നു, ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്തു. ഞങ്ങളുടെ കയ്യിൽ ആ സമയത്തുള്ളത് ഒരു കഴുതയാണ് യാത്രയ്ക്ക് വേണ്ടിയുള്ളത്. എൻ്റെ കയ്യിലുള്ള ആ മൃഗത്തിനാണെങ്കിൽ തീരെ ആരോഗ്യമില്ലാത്ത മൃഗമാണ്. യാത്രയിൽ കൂടെ ഉള്ളവരെല്ലാം അതിവേഗത്തിൽ, കുറച്ചുകൂടെ വേഗതയിൽ മുമ്പോട്ട് പോകുമ്പോഴും എനിക്ക് അവരുടെ ഒപ്പം എത്താൻ കഴിയില്ല. കാരണം ഞാൻ യാത്ര ചെയ്യുന്ന അത്രമേൽ ദുർബലമായ ഒരു മൃഗത്തിന്റെ പുറത്താണ്. ഞങ്ങളുടെ കൂടെ ഒരു ഒട്ടകവുമുണ്ട്. ആ ഒട്ടകത്തിനെയാണ് ഞങ്ങളുടെ ആഹാര കാര്യത്തിന് വേണ്ടി കൊണ്ടുപോയത്. ആ ഒട്ടകത്തിനെ പാല് കറന്ന് കുടിക്കണം. വഴിയിൽ ആവശ്യമായ ആഹാരത്തിന് വേണ്ടി ഒട്ടകത്തിനെയും കരുതിയിട്ടുണ്ട്. പക്ഷേ ഈ ഒട്ടകത്തിനാണെങ്കിൽ ഒരു തുള്ളി പാല് അതിനെ കറന്നാൽ കിട്ടില്ല. അത്രമേൽ ക്ഷാമം മക്കയിൽ പിടികൂടിയൊരു സമയമാണത്. ഞങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ശക്തമായ വരൾച്ചയാണ്. ഒട്ടകങ്ങൾക്ക് തിന്നാനുള്ള ഒരു പുല്ലോ ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ആ കൂടെ ഉള്ള ഒട്ടകത്തിന് ഒരു തുള്ളി പോലും പാല് കിട്ടാനില്ല. അത്രമേൽ വരൾച്ചയുടെ ഒരു കാലഘട്ടം. അതുപോലെ അവർ പറയുന്നുണ്ട്, മാ നനാമു ലൈലന അജ്മഅ മിൻ സബിയിന അല്ലദീ മഅന. രാത്രി പൂർണ്ണമായും ഞങ്ങൾക്ക് ഉറക്കമില്ല.
കാരണം ഞങ്ങളുടെ ഒരു ചെറിയ കുട്ടിയുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. മിൻ ബുകായിഹി മിനൽ ജൂഅ, വിശന്ന ആ കുട്ടി കരയുന്നത് കാരണമായി ഞങ്ങൾക്ക് രാത്രി ഉറക്കവുമില്ല. അതുപോലെ തന്നെ ആ കുട്ടിക്ക് കൊടുക്കാനാണെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി പാല് അതുമില്ല. അങ്ങനെ ഞങ്ങൾ വലിയ ദുരിതം പിടിച്ച ഒരു യാത്ര, പട്ടിണി അനുഭവിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. സവാരി മൃഗങ്ങൾ വളരെ ദുർബലമായതുകൊണ്ട് കൂടെ ഉള്ളവരോടൊപ്പം പോലും എത്താൻ കഴിയാത്ത തരത്തിൽ, കൂടെ ഉള്ളവരും അതുപോലെ തന്നെ കഷ്ടപ്പാടിലാണ്. എന്നാൽ അവരെക്കാൾ ഒരു പടി പിറകിലാണ് ഞങ്ങളുടെ അവസ്ഥ. അങ്ങനെ ഞങ്ങൾ ഈ പ്രയാസപ്പെട്ട യാത്ര അവസാനം മക്കയിലെത്തി. ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരുടെ കയ്യിലേക്കും ഈ യതീമായ കുഞ്ഞിനെ കിട്ടി. അവരാരും ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഒരാൾ പോലും ഏറ്റെടുത്തില്ല. ഫമാ മിന്നാ ഇംറഅത്തുൻ ഇല്ലാ ഖദ് ഉരിദ അലൈഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഅബാഹു. എല്ലാ സ്ത്രീകളുടെ കയ്യിലേക്കും ഈ കുട്ടിയെ കിട്ടുന്നുണ്ട്. അവര് പറഞ്ഞു ഇതിനെ വേണ്ടാന്ന് പറയും. ഇത് ഖീല ലഹാ ഇന്നഹു യതീമുൻ, ഈ കുട്ടി യതീമാണെന്ന് അറിയുന്നത് കൊണ്ട് അവരൊഴിവാക്കി വിടും. വദാലിക അന്ന കുന്നാ നർജുൽ മഅറൂഫ മിൻ അബി സബീഖി, കുട്ടിയുടെ ഉപ്പയിൽ നിന്നും കിട്ടുന്ന എന്തെങ്കിലും പൈസയാണ് ഞങ്ങളുടെ ലക്ഷ്യം തന്നെ. അപ്പൊ യതീമായ ഒരു കുട്ടിയെയും കൊണ്ട് പോയിട്ട് എന്താണ് പ്രയോജനം? അതുകൊണ്ട് ഞങ്ങൾ ആരും ആ കുട്ടിയെ എടുക്കാൻ തയ്യാറായില്ല. ഫകുല്ലുനാ നഖൂലു യതീമുൻ, എല്ലാവരും പറഞ്ഞൊഴിവാക്കി അത് യതീമായ കുട്ടിയാണ്. അങ്ങനെ എന്റെ കൂടെയുള്ള എല്ലാ സ്ത്രീകൾക്കും ഓരോ കുട്ടികളെ കിട്ടി. എനിക്ക് മാത്രം ഒരാളെയും കിട്ടിയില്ല, ഒരു കുട്ടീനെയും കിട്ടിയില്ല. അപ്പോ ഞങ്ങൾ തിരിച്ച് യാത്ര തീരുമാനിച്ചു, മടങ്ങിപ്പോകാൻ തീരുമാനിച്ചപ്പോ ഞാൻ എൻ്റെ കൂടെ ഭർത്താവുണ്ട്, ഭർത്താവിനോട് ഞാൻ ചെന്ന് പറഞ്ഞു, എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ കുട്ടികളെ കിട്ടി, നമുക്ക് മാത്രം ആരെയും കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് വല്ലാഹി ഇന്നി ലഅക്റഹു അൻ അർജിഅ മിൻ ബൈനി സവാഹിബി വലം ആഖുദ് റളിയൻ, ഒരു റളിയനെ കൂടെ കൂട്ടാത്ത ഒറ്റയ്ക്ക് നമ്മൾ വന്നതുപോലെ തിരിച്ചു പോകണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് വല്ലാഹി ലാ അദ്ഹബന്ന ഇലാ ദാലികൽ യതീമി വല ആഖുദന്നഹു, ആ യതീമായ കുട്ടിയെയും കൊണ്ട് നമുക്ക് പോകാം എന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ ഫദഹബ്തു ഇലൈഹി വഅഖദ്തുഹു വമാ ഹമലനി, അങ്ങനെ ഞാൻ ആ കുട്ടിയുടെ അടുക്കലേക്ക് പോയി ആ കുട്ടിയെ സ്വീകരിച്ചു. വമാ ഹമലനി അലാ അഖ്ദിഹി ഇല്ലാ അന്നി ലം അജിദ് ഗൈറഹു, അതുകൊണ്ട് മാത്രം ഞാൻ ആ കുട്ടീനെ എടുത്തത്. വമാ ഹമലനി അലാ അഖ്ദിഹി, ആ യതീമായ കുട്ടിയെയും കൊണ്ട് മക്കയിലേക്ക് പോകാനുള്ള എൻ്റെ ഏക പ്രേരണ എന്തായിരുന്നു? ഇല്ല അന്നി ലം അജിദ് ഗൈറഹു, വേറൊരാളെ എനിക്ക് കിട്ടാനില്ല, അതുകൊണ്ട് ഏതെങ്കിലും ഒരു കുട്ടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാ. ഖാലത് ഫലമ്മാ ഖഅതുഹു വറജഅതു ബിഹി ഇലാ റിഹലി, ഞാൻ ആ കുട്ടിയെയും എടുത്ത് എൻ്റെ യാത്രാ സംഘത്തിലേക്ക് എത്തി. അങ്ങനെ ആ കുട്ടിയെ ഞാൻ എൻ്റെ മടിയിൽ വെച്ചപ്പോഴേക്ക് തന്നെ എൻ്റെ ശരീരത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങളുണ്ടായി. എൻ്റെ ശരീരത്തിൽ യഥേഷ്ടം പാലുണ്ടായി. ആ കുട്ടി നന്നായി കുടിച്ചു. ബിമാ ശാഅ മിൻ ലബനിൻ ഫശരിബ ഹത്താ റബിയ, ആവശ്യത്തിന് പാലുണ്ടായി. ആ കുട്ടി നന്നായി കുടിച്ചു. വശരിബ മാഹു അഹൂഹു, എൻ്റെ കുഞ്ഞുണ്ടായിരുന്നു കൂടെ. അങ്ങോട്ട് പോകുമ്പോൾ കരഞ്ഞ് രാത്രിയൊന്നും ഉറങ്ങാതെ ഞങ്ങളുടെയൊക്കെ ഉറക്കം നഷ്ടപ്പെട്ട രീതിയിൽ പട്ടിണി കിടന്ന് വിശന്ന് മക്കയിലെത്തിയ എൻ്റെ കുഞ്ഞുണ്ടായിരുന്നു, അതും കുടിച്ചു. അങ്ങനെ ഞങ്ങൾ ആ കുഞ്ഞിനെയുമായി മക്കയിലേക്ക് മടങ്ങിപ്പോവാൻ. ആ മടക്കയാത്രയെക്കുറിച്ചും ഹലീമ പറയുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ആ കൂടെ ഉള്ള സഹയാത്രികരോടൊപ്പം നടന്നെത്താൻ ശേഷിയില്ലായിരുന്ന എൻ്റെ വാഹനം ഇന്ന് അതിവേഗത്തിൽ മുമ്പോട്ട് പോവാണ്. ആ വാഹനത്തിനെ പിടിച്ചാൽ കിട്ടുന്നില്ല. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒട്ടകത്തിനാണെങ്കിലോ നിറയെ പാലുമാണ്. ഞങ്ങൾ ധാരാളമായി ആവശ്യത്തിന് ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്നു. ഞങ്ങളുടെ വാഹനം അതിവേഗത്തിൽ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പൊ ഞങ്ങളുടെ കൂടെ ഉള്ളവർ ചോദിച്ചു, കൂടെ ഉള്ളവർ പറഞ്ഞു, നിനക്ക് കിട്ടിയ ആ കുട്ടി
എന്തോ പ്രത്യേകത ഉള്ളതാണ്. തഅലമി വല്ലാഹി യാ ഹലീമ ലഖദ് അഖൽതി നസ്മതൻ മുബാറകതൻ. ഒരു പരിശുദ്ധമായ പവിത്രമായ ഒരു കുട്ടിയാണ് നീ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് എന്റെ ഭർത്താവിനോട് പറഞ്ഞു. എന്റെ കൂടെയുള്ളവരും ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വാഹനത്തിൽ യാത്രയായി ഞങ്ങളുടെ നാട്ടിലെത്തിയതിനു ശേഷം ഞങ്ങളുടെ വീട്ടിലുള്ള ആട്ടിൻ പറ്റങ്ങളെ കൊണ്ടുപോയി മേയ്ക്കുമ്പോൾ ആ ആട്ടിൻ പറ്റങ്ങളെല്ലാം വൈകുന്നേരം മടങ്ങി വരുന്നത് നിറയെ ആഹാരം കഴിച്ചിട്ടാണ്. യഥേഷ്ടം പാല് ആ ആട്ടിൻ പറ്റങ്ങൾക്ക് കിട്ടിയിരുന്നു. ഞങ്ങളുടെ നാട്ടിലുള്ള മറ്റ് വീടുകളിൽ നിന്നുമുള്ള ആടിനെ മേയ്ക്കാൻ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളിൽ അവിടെ മേഞ്ഞു തിന്നാനുള്ള പുല്ലില്ല. അങ്ങനെ ഞങ്ങളുടെ ആടുകൾ മേയുന്ന സ്ഥലത്തേക്ക് എല്ലാവരും ആടുകളെ കൊണ്ടുവന്ന് മേയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വലിയ അത്ഭുതമാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോടൊപ്പം ചേർന്ന ആ സമയം മുതൽ ഉണ്ടായത് എന്ന് ഹലീമ വളരെ കൃത്യമായി വിശദമായി തന്നെ ആ സംഭവം പറയുന്നുണ്ട്. ആ യാത്രയിലുണ്ടായ അനുഭവങ്ങളും യാത്ര കഴിഞ്ഞിട്ട് നാട്ടിലെത്തിയതിനു ശേഷം ഉണ്ടായ അനുഭവങ്ങളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, കാന യശിബ്ബു ശബാബൻ ലാ യശ്ബഹുൽ ഗിൽമാന. മറ്റു കുട്ടികൾക്കുണ്ടാകുന്നതിനേക്കാൾ ഏറെ നല്ല ശാരീരിക വളർച്ചയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടാകുമായിരുന്നു എന്ന് അതും ഹലീമ പറയുന്നുണ്ട്. ഇങ്ങനെ വളരെ അത്ഭുതകരമായ രീതിയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ചതോടുകൂടി ഹലീമ അനുഭവിച്ച ആ വീട് അനുഭവിച്ച അവർ താമസിക്കുന്ന ബനു സഅദ് എന്ന് പറയുന്ന ആ പ്രദേശം അനുഭവിച്ച സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ആശ്വാസങ്ങളുമെല്ലാം 2 വയസ്സ് കഴിഞ്ഞപ്പോ ഹലീമ തിരിച്ചു കൊണ്ടുവന്നു കുഞ്ഞിനെ. അപ്പോഴും അവരുടെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്, ഈ കുഞ്ഞിനെ കുറെ നാളുകൂടെ നമ്മള് ഖദിംനാ ബിഹി അലാ ഉമ്മിഹി വനഹ്നു അഹ്റസു അലാ മുക്സിഹി ഫീനാ. ഞങ്ങളുടെ കൂടെ തന്നെ ആ കുഞ്ഞ് താമസിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ 2 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് ശീലം. അതനുസരിച്ച് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോയി. തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ തന്നെ ഉണ്ട്, ആ കുഞ്ഞ് കുറച്ചു നാളുകൂടെ നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന്. ലിമാ കുന്നാ നറാ മിൻ ബറകതിഹി. കാരണം ആ കുഞ്ഞിന് വലിയ ഐശ്വര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ കുറെ നാളും കൂടെ താമസിക്കണം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ഫകല്ലംനാ ഉമ്മഹു. അങ്ങനെ ആമിനയുമായി ഞങ്ങൾ ഈ വിഷയം സംസാരിച്ചു. ഖുൽതു ലഹാ ലൗ തറക്തി ഇബ്നി ഇൻദി ഹത്താ യഗ്ലിദ. ശാരീരികമായി നല്ലൊരു വളർച്ചയും ആരോഗ്യസ്ഥിതിയൊക്കെ ഉണ്ടാകുന്നത് വരെ ഞങ്ങളുടെ കൂടെ തന്നെ ആ കുഞ്ഞിനെ അയച്ചേക്ക് എന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞ് പല രീതിയിലും കൂടെ പറഞ്ഞ് ആ കുട്ടിയെയും കൊണ്ട് വീണ്ടും ഞങ്ങൾ ബനു സഅദിലേക്ക് പോയി. അപ്പൊ വേണ്ടാതെ, താല്പര്യമില്ലാതെ, മറ്റ് ഗത്യന്തരമില്ലാതെ അവസാന സമയത്ത് ഹലീമ സ്വീകരിച്ചതാണ് ആ കുഞ്ഞിനെ. പക്ഷേ പിന്നെ ആ കുഞ്ഞിനെ ഒഴിവാക്കാൻ തോന്നുന്നില്ല. 2 വയസ്സ് കഴിഞ്ഞിട്ടും ഒഴിവാക്കാൻ തോന്നുന്നില്ല. പല കാരണങ്ങൾ പറഞ്ഞ് വീണ്ടും കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഈ സംഭവം പറയുന്നിടത്ത് ഉലമാക്കൾ, സീറയുടെ ഉലമാക്കൾ എഴുതുന്ന ഒരു കാര്യം, ചിലപ്പോൾ ചില കാര്യങ്ങൾ ബാഹ്യമായി അനുകൂലമല്ല എങ്കിലും അതിന്റെ ഫലം നമുക്ക് അത്ഭുതകരമായ ഗുണമായി മാറാൻ സാധ്യതയുണ്ട്. ഇവിടെ അള്ളാഹുവിന്റെ തീരുമാനം ഹലീമയ്ക്ക് ഈ ഒരു സൗഭാഗ്യമായിരുന്നു. മറ്റാർക്കും ഈ സൗഭാഗ്യം അള്ളാഹു തീരുമാനിച്ചിരുന്നുമില്ല. എല്ലാവർക്കും ഈ കുഞ്ഞിനെ കിട്ടി. എല്ലാവരും യതീമുൻ എന്ന് പറഞ്ഞ് ഒഴിവാക്കി. യതീമുൻ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയതിന്റെ കാരണം ചില്ലറ പൈസയാണ്. ആ ചില്ലറ പൈസ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പൈസയാണ്. കാരണം അവരതിനു വേണ്ടിയിട്ടാണ് ഈ ജോലി എടുക്കുന്നത് തന്നെ. അപ്പോ ഈ കുഞ്ഞിന്റെ ഉപ്പയിൽ നിന്നും കിട്ടേണ്ട ചില്ലറ പൈസ കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഒഴിവാക്കിയ,
എന്നാൽ എല്ലാവർക്കും കൊണ്ടുപോകാൻ അവസരം കിട്ടിയ ഒരു കുഞ്ഞ്. അവസാനം വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഗത്യന്തരമില്ലാതെ ഹലീമ കൂടെ കൂട്ടിയ ആ കുഞ്ഞ് ഒഴിവാക്കാൻ കഴിയാത്തിടത്തോളം ഒരു മാനസിക ബന്ധമായി വളരുകയും വലിയ ഒരു ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്തെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ചിലത് നടക്കാതെ വരും എങ്കിലും അതിൻ്റെ അനന്തര ഫലമായി കിട്ടുന്നത് അത്ഭുതകരമായ സന്തോഷമോ അഭിവൃദ്ധിയോ ബറക്കത്തോ ഒക്കെയായി മാറാൻ സാധ്യതയുണ്ട്. നമ്മളുടെ കാര്യത്തിൽ നമ്മൾ ഇഖ്തിയാർ ചെയ്യുന്നത് ചിലപ്പോൾ കിട്ടണമെന്നില്ല, അള്ളാഹു ഇഖ്തിയാർ ചെയ്യുന്നതായിരിക്കും കിട്ടുക. പക്ഷെ അള്ളാഹുവിന്റെ ഇഖ്തിയാറിൽ നമുക്കൊരുപാട് ഖൈറുകൾ വരാനുണ്ട് എന്നൊരു സന്ദേശം ഹലീമയുടെ സംഭവം പഠിപ്പിക്കുന്നു എന്ന് സീറയുടെ കർത്താക്കൾ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏതായാലും 2 വർഷത്തിന് ശേഷവും ഈ കുഞ്ഞ് വീണ്ടും ബനൂ സഅദിലെത്തി. അവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്, മറ്റു കുട്ടികളോടൊപ്പം കളിച്ചു വളരുകയാണ്. ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ എത്തുകയാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഹദീസാണത്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും അതാഹു ജിബ്രീലു സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യൽഅബു മഅൽ ഗിൽമാൻ. കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ബനൂ സഅദിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലെത്തുന്നു. ഫഅഖദഹു വസറഅഹു വശഖ അൻ ഖൽബിഹി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിച്ച് കിടത്തി നെഞ്ചിന്റെ ഭാഗം കീറുന്നു. ഫസ്തഖ്റജൽ ഖൽബ, ഖൽബിനെ പുറത്തേക്ക് എടുക്കുന്നു. ഫസ്തഖ്റജ മിൻഹു അലഖതൻ, അതിൽ നിന്നും ഒരു രക്തത്തിന്റെ കട്ട പുറത്തേക്ക് എടുക്കുന്നു. ഫഖാല ഹാദാ ഹദ്ദു ശൈത്താനി മിൻക, ഇതാണ് ശൈത്താന്റെ ഹദ്ദ് എന്ന് പറയുന്നു. എന്നിട്ട് സുമ്മ ഗസലഹു ഫീ തസ്തിൻ മിൻ ദഹബിൻ ബിമാഇ സംസം, സംസം വെള്ളം കൊണ്ട് ഒരു പാത്രത്തിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബിനെ കഴുകി വൃത്തിയാക്കുന്നു. സുമ്മ ലാമഹു, ശേഷം ആ ഖൽബിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്ത് വെക്കുന്നു. സുമ്മ ആദഹു ഫീ മകാനിഹി വജാഅൽ ഗിൽമാനു യസ്ഔന ഇലാ ഉമ്മി. അപ്പോൾ ഈ അത്ഭുതം കൂടെ കളിക്കുന്ന ആൾക്കാർ കാണുകയാണ്, കുട്ടികൾ കാണുകയാണ്. കുട്ടികൾ ഓടി വന്ന് ഹലീമയോട് പറയുകയാണ്, ഫഖാലു ഇന്ന മുഹമ്മദൻ ഖദ് ഖുതില ഫസ്തഖ്ബലൂഹു വഹുവ മുൻതഖിഉൽ ലൗനി. അപ്പോ എല്ലാവരും കൂടെ ഓടി വന്ന് നോക്കുമ്പോൾ മുഖം ശരീരത്തിന്റെ നിറം വിവർണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് കാണുന്നത് ആ കുട്ടി പ്രായത്തിൽ. ഖാല അനസുൻ, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, വഖദ് കുന്തു അറാ അസറ ദാലികൽ മിഖ്യതി ഫീ സദ്രിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ചിന്റെ ഭാഗത്ത് അന്നത്തെ മുറിവ് തുന്നിക്കെട്ടിയത് ഞാൻ പിൽക്കാലത്ത് കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ ചെറിയ പ്രായത്തിൽ നടന്ന ഒരു സംഭവമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ചെയ്ത കാര്യങ്ങളാണ്. ഇത് വളരെ പ്രബലമായ ഒരു റിവായത്താണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച സംഭവം. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്നും ഒരു ചെറിയ ഭാഗം ഒരു അലഖത്ത് എടുത്ത് പുറത്തേക്ക് കളഞ്ഞു എന്നാണ് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും മഹാനായ മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിക്കുന്നത്. അനസ് റളിയല്ലാഹു അൻഹു ആ മുറിവിന്റെ ഭാഗം ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പൊ ഈ സംഭവം സഹീഹ് മുസ്ലിമിന്റെ റിവായത്താണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളുടെ ചില ഉൾക്കൊള്ളാൻ കഴിയാത്ത വ്യക്തികൾ പല കോലത്തിൽ അതിനെ വ്യാഖ്യാനിക്കാനോ വിശദീകരിക്കാനോ ഒക്കെ മെനക്കെടാറുണ്ട്. അതിനെ സംബന്ധിച്ച് ചില വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും.
ഷെയ്ഖ് ബൂത്തി എഴുതുന്ന ചില കാര്യങ്ങളുണ്ട്. വളരെ സാന്ദർഭികമാണ് ആ വാക്കുകൾ. അദ്ദേഹം പറയുന്നത്, യബ്ദു അന്നൽ ഹിക്മത ഫീ ദാലിക ഇഅ്ലാനു അംരി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരും കാലത്തെക്കുറിച്ചുള്ള ഒരു അറിയിപ്പായിരുന്നു അന്ന് ബനൂ സഅദിൽ നടന്നത്. വതഹ്യീഉഹു ലിൽ ഇസ്മതി വൽ വഹ്യി മുൻദു സിഗ്രിഹി ബിവസായില മാദ്ദിയത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തയ്യാർ ചെയ്യുകയുമായിരുന്നു. ലിൽ ഇസ്മതി വൽ വഹി, വഹി സ്വീകരിക്കാൻ വേണ്ടി റസൂലിനെ ജിബ്രീൽ പാകപ്പെടുത്തുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ ലിൽ ഇസ്മതി, പ്രവാചകന്മാർക്കെല്ലാം ഇസ്മത്തുണ്ട്, പാപ സുരക്ഷിതത്വം അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ അലഖത്തിന്റെ എടുത്തു മാറ്റൽ അതായിരുന്നു. അല്ലാഹു തആല ഇസ്മത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. ഇസ്മത്തുള്ളവരിലാണ് വഹി വരിക, അല്ലെങ്കിൽ വഹി ഉള്ളവർക്ക് അല്ലാഹു തആല ഇസ്മത്ത് നൽകിയിട്ടുണ്ട്. അവർ പാപങ്ങളിൽ നിന്നും അല്ലാഹുവിന്റെ പ്രത്യേകമായ സുരക്ഷ നൽകപ്പെട്ട വിഭാഗമാണ്. പ്രവാചകന്മാരെല്ലാം അങ്ങനെയാണെന്നാണ് അഹ്ലുസുന്ന പറയുക. മുൻദു സിഗ്രിഹി ബിവസായില മാദ്ദിയ, മാദ്ദിയായ വസീലകൾ തന്നെ അതിന് അല്ലാഹു തആല, അത് അല്ലാഹു തആലയ്ക്ക് മാനവിയായ വസീലകളിലൂടെ ചെയ്യാവുന്ന കാര്യമാണ്. അല്ലാഹു തആലയ്ക്ക് അത് എടുത്തു മാറ്റാൻ കഴിയും. പക്ഷേ ഒരു ഓപ്പറേഷനിലൂടെ തന്നെ അത് നടക്കാൻ അല്ലാഹു തആല തീരുമാനിച്ചു. അതിനാണ് വസായില മാദ്ദിയ എന്ന് പറയുന്നത്. ഭൗതികമായ ഒരു ഏർപ്പാടിലൂടെ തന്നെ, അല്ലാതെ മനുഷ്യന് മനസ്സിലാകാത്ത, അല്ലെങ്കിൽ മനുഷ്യന് കാണാൻ കഴിയാത്ത, അനുഭവിക്കാൻ കഴിയാത്ത ഒരു നിലയിൽ കൂടെ അതിനെ എടുത്തു മാറ്റാൻ അല്ലാഹുവിന് കഴിയും. പക്ഷേ ഒരു സംഘത്തിന്റെ കാഴ്ചയിലും ഒരു സംഘത്തിന്റെ അറിവിന്റെ മുമ്പിലും തന്നെ ഈ കാര്യം നടക്കണമെന്നുള്ളത് അല്ലാഹുവിന്റെ തീരുമാനമായിരുന്നു. ലിയകൂന ദാലിക അഖറബ ഇലാ ഈമാനിൻ നാസി വതസ്ദീഖിഹിം ബിരിസാലതി, ജനങ്ങളുടെ വിശ്വാസവും ജനങ്ങളുടെ തസ്ദീഖുമെല്ലാം അതിനോട് ചേർന്ന് വരുന്നതിന് വേണ്ടിയിട്ട്. ഇന്നഹാ ഇദൻ അമലിയതു തത്ഹീരിൻ മഅനവിയ്യിൻ ലാകിന്നഹാ ഇത്തഖദത് ഹാദ ശക്ലൽ മാദ്ദിയൽ ഹിസ്സിയ. ഇവിടെ നടന്നത് മഅനവിയായ ശുദ്ധീകരണമാണ്, പ്രവൃത്തി മാദ്ദിയുമാണ്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നടന്ന ഈ പ്രവൃത്തി മാദ്ദിയാണ്, മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു രീതിയിൽ കൂടി തന്നെയാണ് ആ പ്രവൃത്തി നടന്നത്. പക്ഷെ അവിടെ നടന്ന ശുദ്ധീകരണം എന്താകുന്നു? മാനവിയായ ശുദ്ധീകരണമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മത്തിലേക്കും വഹിയിലേക്കും അങ്ങനെയുള്ള ഒരു മാനവിയായ, ഒരു ആത്മീയമായ വിശുദ്ധിയിലേക്ക് റസൂലിനെ എത്തിക്കാൻ വേണ്ടി റസൂലിന്റെ ശരീരത്തിന് തന്നെ മുറിവേൽപ്പിച്ചുകൊണ്ട് ജിബ്രീലിലൂടെ അല്ലാഹു തആല നടത്തിയ ഒരു പ്രവർത്തനമാണിത്. ലിയകൂന ഫീ ദാലിക അൽ-ഇഅ്ലാനുൽ ഇലാഹി ബൈന അസ്മാഇൻ നാസി വഅബ്സാരിഹിം, ജനങ്ങളുടെ കൺമുമ്പിൽ തന്നെ അത് നടക്കട്ടെ, അതിലൂടെ കിട്ടുന്ന സന്ദേശങ്ങൾ കൈമാറപ്പെടട്ടെ എന്ന് അല്ലാഹു തീരുമാനിച്ചത് കൊണ്ടാണ് ഇത് നടന്നത്. ഇനി ഈ സംഭവത്തെ മറ്റു നിലയിൽ കൂടി വ്യാഖ്യാനിച്ചൊപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ബൂത്തി പറഞ്ഞു വെക്കുന്നത്. മനസ്സിലാകുന്നില്ല? ഈ കാര്യത്തെ ഇനി മറ്റേതെങ്കിലുമൊക്കെ കോലത്തിൽ വ്യാഖ്യാനിച്ചൊപ്പിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നു, അത് മാദ്ദിയായിട്ട് നടന്നോ? മാദ്ദിയായിട്ട് തന്നെ നടന്നു. അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? മാനവിയായിരുന്നു. മാനവിയായ ലക്ഷ്യത്തിൽ മാദ്ദിയായി നടന്നൊരു സംഭവം തന്നെയാണ്, അതിനാ തർക്കമില്ല. എന്നാൽ ഇതിനെ മറ്റു കോലത്തിൽ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന ഇഖ്റാജൽ അലഖതി മിൻഹു തത്ഹീറുൻ ലിറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഹാലാത്തി സിബൽ ലാഹിയത്തിൽ ആബിസത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കുട്ടിപ്രായത്തിൽ തന്നെ അല്ലാഹു തആല ആ കുട്ടിത്വം എടുത്തു മാറ്റുമായിരുന്നു. കുട്ടിപ്രായത്തിൽ തന്നെ ആ കളിയുടെ, വിനോദത്തിന്റെ ആ ഒരു ചിന്തയിൽ നിന്നും റസൂലിനെ അല്ലാഹു തആല എടുത്തു മാറ്റി. വത്തിസാഫിഹി ബിസിഫാത്തിൽ ജിദ്ദി വൽ ഹസ്മി, അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിദ്ദിന്റെ ഗൗരവം, അല്ലെങ്കിൽ കാര്യങ്ങളെ ആ കുട്ടി സ്വഭാവത്തിൽ നിന്നും മാറി ഗൗരവമായി കാര്യങ്ങളെ കാണാനുള്ള പാകതയിലേക്ക്, അതുപോലെ തന്നെ വൽ ഹസ്മി, ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ കുറച്ച് പ്രായമായവർക്കുണ്ടാകുന്ന മനോധൈര്യത്തോടുകൂടി കാര്യങ്ങളെ കാണാൻ, മനോഗൗരവത്തോടെ മനോധൈര്യത്തോടെ കാര്യങ്ങളെ കാണാനുള്ള പാകതയിലേക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
മിൻ സിഫാത്തിർ റുജൂലതി അസ്സാദിഖ, ആണുങ്ങളുടെ ശരിയായ ഗുണവിശേഷണങ്ങളിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്രായത്തിൽ തന്നെ അല്ലാഹു തആല എത്തിച്ചതാണ്. കമാ തദുല്ലുനാ അലാ ഇനായത്തില്ലാഹി വഹിഫ്ളിഹി വഅന്നഹു ലൈസ ലിശ്ശൈത്വാനി അലൈഹി സബീൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ ഹിഫ്ളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി എന്ന് ഹിക്മത്ത് പറഞ്ഞതിന് ശേഷം ബൂത്തി പറയുന്നത് ഇങ്ങനെയാണ്: അയ്യൻ കാനത്തിൽ ഹിക്മ, ഞാൻ ഈ പറഞ്ഞതാകാം ഇതിന്റെ ഹിക്മത്ത്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആകാം. ഫലാ യംബഗി, ഒരിക്കലും യോജിച്ച പണിയല്ല. വഖദ് സബതൽ ഖബറു സുബൂതൻ സഹീഹൻ, സഹീഹ് മുസ്ലിമിലൂടെ കൃത്യമായി സാബിത്തായ ഒരു ഖബറാണിത് ഈ പറഞ്ഞത്. ആ സ്ഥിതിക്ക് ഫലാ യംബഗി മുഹാവലത്തുൽ ബഹ്തി അൻ മഖാരിജി, പലതരത്തിൽ ഇതിനെ ചർച്ച കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ വേണ്ട. ലിസർഫിൽ ഹദീസി അൻ ളാഹിരിഹി വ ഹഖീഖതി, ഹദീസിനെ അതിന്റെ ലാഹിറായ അർത്ഥത്തിൽ നിന്നും അതിന്റെ ഹഖീഖായ അർത്ഥത്തിൽ നിന്നും മാറ്റി വേറെ ആശയങ്ങളിലേക്കും വേറെ തഅ്വീലുകളിലേക്കൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. നിയമപ്രകാരം ഒരു ഹദീസ് സഹീഹാകാൻ എന്താണോ വേണ്ടത്, ആ സഹീഹിന്റെ നിയമപ്രകാരം ശരിയായ ഹദീസാണ്. വളഞ്ഞ തഅ്വീലുകളും ആവശ്യമില്ല. അൽ ബഈദത്തിൽ മുതകല്ലിഫ, പ്രയാസപ്പെട്ടുണ്ടാക്കുന്ന ഒരു സാധ്യതയുമില്ലാത്ത തഅ്വീലൊന്നും പറയേണ്ട കാര്യമില്ല. വലൻ നജിദ മുസവ്വിഗൻ ലിമൻ യുഹാവിലു ഹാദാ, ഈ പണിയെടുക്കുന്ന ആൾക്കാരുടെ ഈ ജോലിയുടെ കാരണം ഇല്ലാ ദുഅഫുൽ ഈമാനി ബില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ദുർബലമായതാണ് ഇത്തരം വ്യാഖ്യാനങ്ങളും ഇത്തരം ചർച്ചകളെയൊക്കെ വേറെ വഴിക്ക് കൊണ്ടുപോകുന്നതിന്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്. വീണ്ടും പറയുന്നു: യംബഗി അൻ നഅലമ ബിഅന്ന മീസാന ഖുലൂബിനാ ലിൽ ഖബരി ഇന്നമാ ഹുവ സിദ്ഖു റിവായത്തി വസിഹത്തുഹ. ഒരു ഹദീസ് സ്വീകരിക്കാൻ വേണ്ടുന്ന മാനദണ്ഡം സിദ്ഖു റിവായത്തും അതിന്റെ സിഹത്തുമാണ്. അത് സുബൂത്തായി കഴിഞ്ഞാൽ വലാ മനാസ മിൻ ഖബൂലിഹി, അത് സ്വീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല. മൗദൂഅൻ അല റഅസ്, അത് നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. വമീസാനുനാ ലിഫഹ്മിഹി ഹീനഇദിൻ ദലാലാത്തുൻ ലുഗവിയ്യത്തുൻ ദലാലാത്തുൽ ലുഗത്തിൽ അറബിയ്യത്തി വഅഹ്കാമുഹ. ഒരു വാക്ക് മനസ്സിലാക്കാനുള്ള മാർഗം എന്താണ്? അറബി ഭാഷയുടെ നിയമങ്ങളാണ്, അറബി ഭാഷാ വ്യാകരണങ്ങളാണ്, അറബി ഭാഷയിൽ ഓരോ വാക്കിന്റെ അർത്ഥമാണ്. ആ വാക്കർത്ഥം തന്നെ നമ്മൾ ഇതിന് പറയണം. കാരണം ഹദീസ് സഹീഹായ രീതിയിൽ വന്നിരിക്കുന്നു. ഓരോ വാക്കും എന്താണോ അർത്ഥം, അതേ അർത്ഥം തന്നെയാണ് നമ്മൾ അതിന് പറയേണ്ടത്. അതിനെ വേറെ അർത്ഥങ്ങളിലേക്ക് കൊണ്ടുപോകണ്ട. വൽ അസ്ലു ഫിൽ കലാമി അൽ ഹഖീഖ, ഒരു കലാമിന്റെ അസ്ല് ഹഖീഖത്താണല്ലോ, അപ്പൊ ഹഖീഖി അർത്ഥം തന്നെ കൊടുത്തോളൂ. വലൗ ജാസ ലികുല്ലി ബാഹിത്തിൻ വഖാരിൻ അൻ യുസ്രിഫ അൽ കലാമ അൻ ഹഖീഖതിഹി, ഓരോ കലാമിനെയും അതിന്റെ ഹഖീഖത്തിൽ നിന്നും ഓരോരുത്തർക്കും തോന്നിയതുപോലെ മാറ്റാൻ ശ്രമിച്ചാൽ പിന്നെ ഭാഷയ്ക്ക് അർത്ഥമുണ്ടോ? ഓരോ വാക്കിനും അവനവന്റെ ഇഷ്ടത്തിന് അർത്ഥം പറയാലോ. മനസ്സിലായില്ല? അപ്പൊ ഹഖീഖത്താണ് ഓരോ വാക്കിന്റെയും യഥാർത്ഥം. മജാസ് അതിൽ നിന്നും ഉണ്ടാകേണ്ടതാണ്. മജാസിനും മജാസിൻ്റെതായ നിയമങ്ങളുണ്ട്. തോന്നിയതെല്ലാം മജാസ് ആകുകയില്ല. അപ്പോ ഇമാം ബൂത്തി പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്: ഇത് ഹദീസ് സഹീഹാണ്. സഹീഹായ ഹദീസിന് കൃത്യമായ വാക്കിന് അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങൾ തന്നെയാണ് നമ്മൾ അതിന് നൽകേണ്ടത്. അതിന് പിന്നെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം മുതലേ അത്ഭുതമാണ്. ഓരോരോ അത്ഭുതങ്ങൾ ഓരോരോ സമയങ്ങളിൽ പ്രകടമായിട്ടുണ്ട്. അങ്ങനെ ഒരു അത്ഭുത കാര്യമെന്ന് മാത്രം മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. വേറെ വ്യാഖ്യാനങ്ങളിലേക്കൊന്നും പോകേണ്ടുന്ന ആവശ്യമില്ല എന്നാണ് ഷെയ്ഖ് ബൂത്തി ഇതിനൊരു വിശദീകരണം നൽകിയിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ ക്ലാസ്സിൽ മുഖവുരയിൽ തന്നെ പറഞ്ഞിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യം അത്ഭുതമാണ്. മറ്റ് വ്യക്തികളുടെ ചരിത്രം പഠിക്കുന്നത് പോലെയല്ല റസൂലിന്റെ ചരിത്രം മനസ്സിലാക്കേണ്ടത്. അത് അതിൻ്റെതായ ചില പ്രത്യേക സ്വഭാവത്തിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് മുഴുവൻ ഹിദായത്തിന് വേണ്ടി അയച്ച പ്രവാചകനാണ്. അതിൻ്റെതായ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം മുതൽക്കല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിൻ്റെയും മുമ്പുള്ള അവസ്ഥ മുതൽക്കേ
അഥവാ ഗർഭത്തിലുണ്ടായിരുന്ന കാലഘട്ടം മുതൽക്കേ ഉള്ള സംഭവങ്ങൾ അതിന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു നിലയിൽ കൂടിയാണ് ഇത്തരം സംഭവങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.